തൃശൂരിൽ വീണ്ടും കിറ്റ് വിവാദം. ചേലക്കരയിലും BJP കിറ്റ് വിതരണം ചെയ്തതായാണ് പരാതി. കിറ്റ് ലഭിച്ചതായി വയോധിക സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ ബിഗ് ടിവിക്ക് ലഭിച്ചു. കിറ്റ് നൽകിയ ശേഷം വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതായി വയോധിക പറയുന്നുണ്ട്. സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ്, ഈ കിറ്റ് വിവാദം അത് കൂടുതൽ ഇടങ്ങളിലേക്ക്, കിറ്റ് വിതരണം കൂടുതൽ ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചന തരുന്ന രീതിയിലേക്കാണ് പുതിയ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടില്ല എന്ന ഒരു വിശ്വാസത്തിന്മേലാണോ ഇങ്ങനൊരു നടപടിയിലേക്ക് കടക്കുന്നത്? NDA തുടർച്ചയായി ആരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? ഇപ്പോൾ സുനിൽകുമാർ അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഈ വിവാദം? അഖില, അല്പം മുമ്പാണ് ഈ സുനിൽകുമാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ഈ കിറ്റ് വിതരണം സംബന്ധിച്ച് നടന്നത്. ആ സമയത്ത് അവർ മുന്നോട്ട് വെച്ച ആശങ്കയുണ്ട്. ഈ രാത്രി വൈകിയും ഇത്തരത്തിൽ ഈ കിറ്റ് വിതരണവും പണം വിതരണവും ഒക്കെ തുടരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഉന്നതികളൊക്കെ കേന്ദ്രീകരിച്ച് രാത്രി തങ്ങൾക്ക് ഉണർന്നിരിക്കാൻ കഴിയുമോ എന്ന ചോദ്യമായിരുന്നു VS സുനിൽകുമാർ ചോദിച്ചത്. ആ ചോദ്യം എന്തുകൊണ്ടും അസ്ഥാനത്തല്ല എന്ന് സ്ഥിരീകരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ ചേലക്കര കൊണ്ടാഴിയിൽ അരങ്ങേറിയിരിക്കുന്നത്. രാത്രി വൈകി ഈ കൊണ്ടാഴിയിലെത്തിയാണ് BJP പ്രവർത്തകർ കിറ്റ് വിതരണം ചെയ്ത് അത് ഈ വയോധിക സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ വീട്ടിലെത്തിയ ശേഷം ഈ കിറ്റ് നൽകി വോട്ട് ചെയ്യണമെന്ന് പറയുകയായിരുന്നു. വയോധിക കിറ്റ് വാങ്ങി വയോധിക മറുപടിയായി പറയുന്നത് ഈ കിറ്റ് വാങ്ങിയെന്ന് കരുതി അവർക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ എന്നുള്ളതാണ് അവർ ഇതിൽ മറുപടിയായി ചോദിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് തുടർച്ചയായി 3 ദിവസങ്ങളിൽ ഈ കിറ്റ് വിതരണം നടന്നിരുന്നു. അതിനുശേഷം ഇന്ന് വൈകുന്നേരം നടന്ന കിറ്റ് വിതരണത്തിലടക്കം പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കൊണ്ടാഴിയിൽ വീണ്ടും കിറ്റ് വിതരണം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ പറയുന്നുണ്ടാകാം, പക്ഷേ ഈ കിറ്റ് പലയിടങ്ങളിൽ ഇങ്ങനെ വ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. അതിൽ ഇടപെടുന്നില്ല ഈ ഫ്ലൈയിങ് സ്ക്വാഡൊക്കെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡൊക്കെ എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒരു തവണ ഉണ്ടായത്, ഒരു തവണയല്ല, പല തവണയാണ് തൃശ്ശൂരിൽ നിന്ന് ഈ തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ആ വൃദ്ധയായ സ്ത്രീ, അവർക്കാണ് കിറ്റ് നൽകിയിട്ടുണ്ടായിരുന്നത്, അവർ പ്രതികരിക്കുന്നത്. ഞാനൊന്നും നോക്കിയില്ല. മകൾ വന്നിട്ട് നോക്കിക്കോട്ടെ. പൈസ ഒന്നും തന്നില്ല. അതില് ചുവന്ന നടത്തിൽ കാണാണ്ട്, മഞ്ഞ നടത്തിൽ കാണാണ്ട്, വെള്ള നടത്തിൽ കാണാണ്ട് ഓരോരുത്തര വന്ന് ഒക്കെ കൂടി ഒരു കവറിലാക്കി. അധികം വലുതൊന്നുമല്ല. ഇവിടെ അല്ല അമ്മ കാറ്റൊന്നും മതി. നിങ്ങള് എല്ലാവരും തന്നിട്ടുണ്ടോന്ന് അറിയാലോ. തൃശ്ശൂരിൽ നിന്നാണ് അടിക്കടി ഇതുപോലെ കിറ്റ് വിവാദം ഉയർന്നു വരുന്നത്. 1 അല്ല 2 അല്ല 3 അല്ല 4ാമത്തെ ആരോപണമാണ് ഉയരുന്നത്. അതും ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കാണ് NDA പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. നേരത്തെ കിറ്റ് വിവാദത്തിൽ കേസ് എടുത്തിരുന്നു. അപ്പോഴും ഇതേ തരത്തിൽ കിറ്റ് നൽകി വോട്ടറെ സ്വാധീനിക്കാനുള്ള നീക്കം തുടരുകയാണ്. തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ തവണയും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു നിരവധി വോട്ടു ചേർക്കലുകൾ. ആ തരത്തിലൊക്കെ വാർത്തകൾ തൃശ്ശൂരിൽ നിന്നായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കിറ്റ് വിവാദമാണ് തൃശ്ശൂരിൽ ഉദിച്ചു നിൽക്കുന്നത്. പ്രതിസ്ഥാനത്ത് എല്ലായിടങ്ങളിൽ നിൽക്കുന്നത് BJP പ്രവർത്തകരാണ്, NDA പ്രവർത്തകരാണ്. സൂരജ് തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. സൂരജ്, ആ വൃദ്ധയായ സ്ത്രീ, അവരെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത്രയും നിഷ്കളങ്കമായാണ് അവർ അതിനോട് പ്രതികരിക്കുന്നത്, ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് പ്രതികരിക്കുന്നത്. പക്ഷെ വ്യാപകമായി കിറ്റ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് NDA, അതിൽ പ്രത്യേകിച്ച് BJP എന്നാണ് പറയാൻ കഴിയുന്നത്. ഈ പ്രതിഷേധം ഉയരുന്നുണ്ട്. ആ പ്രതിഷേധം ഏത് നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നത്? എവിടെയൊക്കെയാണ് ഇത് വ്യാപകമായിട്ടുള്ളത്? തീർച്ചയായും ആ അമ്മ നിഷ്കളങ്കമായാണ് അവരോട് മറുപടി നൽകുന്നത്. അവിടുത്തെ പ്രാദേശിക പാർട്ടി പ്രവർത്തകരാണ്, അത് UDF-ന്റെയും LDF-ന്റെയും ഒക്കെ പ്രവർത്തകരുണ്ട്. അവരവിടെ എത്തി സംസാരിക്കുന്ന സമയത്ത് ആ അമ്മ നിഷ്കളങ്കമായി തന്നെ മറുപടി നൽകുന്നുണ്ട്. ആരാണ് കിറ്റ് നൽകിയതെന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രാദേശിക BJP നേതാക്കളുടെ പേര് പറയുന്നുണ്ട്. അവരാണ് തങ്ങൾക്ക് ഇവിടെ എത്തി കിറ്റ് നൽകിയത്. അതിനുശേഷം BJPക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ അമ്മ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് ഈ കൊണ്ടാഴിയിലെ ഒരു വീട്ടിൽ മാത്രമല്ല. അവരുമായി സംസാരിക്കുമ്പോൾ, അവിടുത്തെ UDF-ന്റെയും LDF-ന്റെയും ഒക്കെ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ കൊണ്ടാഴിയിൽ തന്നെ വിവിധ ഇടങ്ങളിൽ ഇത് വിതരണം ചെയ്തു. അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന വയോധികയുടെ വീടെന്ന് പറയുന്ന കൊണ്ടാഴിയിലെ കുറച്ച് ഉൾപ്രദേശത്തേക്ക് മാറിയുള്ള ഒരു പ്രദേശമാണ്. അത്തരത്തിൽ ഈ ആളൊഴിഞ്ഞ ഒറ്റപ്പെട്ട ഇടങ്ങൾ, ഈ ഉന്നതികൾ അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. ഇന്ന് LDF പ്രവർത്തകർ ഈ ജില്ലാ കളക്ടർ നേരിൽ കാണുന്നതിന് വേണ്ടി ശ്രമം നടത്തിയ സമയത്ത് ജില്ലാ കളക്ടറെ കാണാൻ പറ്റിയില്ല. അപ്പോഴും അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാത്രി വൈകി ഉന്നതികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ പണമോ കിറ്റുകളോ വിതരണം ചെയ്താൽ തങ്ങൾ എങ്ങനെ തടയും? അവിടെ ഇടപെടേണ്ടത് ഫ്ലൈയിങ് സ്ക്വാഡാണ്. ഫ്ലൈയിങ് സ്ക്വാഡ് ഈ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അവർ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സംശയം ചോദിക്കാനുള്ളത്, ഇപ്പോൾ വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണത്തിൽ ഉൾപ്പെടെ കേസെടുത്ത സാഹചര്യത്തിൽ പരാതിയുമായി LDF-ഓ UDF-ഓ പോകാൻ തയ്യാറായിട്ടുണ്ടോ? എന്താണ് അത്തരത്തിലുള്ള വിവരങ്ങൾ?
അഖില LDFും UDFും ഒക്കെ ഔദ്യോഗികമായി തന്നെ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് എടുത്തിട്ടുള്ളത് ഒന്ന് സൂപ്പർ മാർക്കറ്റ് ഉടമ, മറ്റേത് ഇത് ഓർഡർ ചെയ്ത ആൾ. ഇതാണ് ഈ രണ്ട് കേസുകളിൽ, ആദ്യം എടുത്ത രണ്ട് കേസുകളിലും ഉണ്ടായിട്ടുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് ഇതിന്റെ പിന്നാമ്പുറത്ത് ആരാണ് പ്രവർത്തിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം വാടാനപ്പള്ളിയിൽ TN പ്രതാപന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീളുന്ന പ്രതിഷേധം നടത്തിയത് അന്ന് BJPയുടെ നേതാവും നടനുമായിട്ടുള്ള ദേവൻ ഈ വിതരണം നടന്ന അതേ സ്ഥലത്തുണ്ടായിരുന്നു, അതേ വീട്ടിലുണ്ടായിരുന്നു, അതേ കെട്ടിടത്തിലുണ്ടായിരുന്നു, ആ സൂപ്പർ മാർക്കറ്റ് ഉടമയുടെ കെട്ടിടത്തിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ദേവനെ പോലീസ് കൊണ്ടുപോയി. ആ സമയത്ത് പോലീസ് ഇടപെട്ട് വിട്ടയച്ചു. ആ സമയത്ത് പോലീസ് പറഞ്ഞൊരു കാര്യം, ദേവൻ ഈ വിതരണത്തിൽ പങ്കാളിയായെന്ന് തെളിയിക്കുന്നതിന് തെളിവുകളില്ല എന്നുള്ളതാണ് പറയുന്നത്. CCTV ദൃശ്യങ്ങളിൽ ദേവൻ ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആയത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള പറഞ്ഞ് ഈ ദേവനെ അതിൽ നിന്ന് ഒഴിവാക്കി. പകരം രണ്ടുപേർക്കെതിരെ, ഉടമയ്ക്കും ഈ കിറ്റ് വിതരണം ചെയ്തു കിറ്റ് ഓർഡർ ചെയ്ത ആൾക്കെതിരെ മാത്രമാണ് കേസെടുത്തത്. പക്ഷേ LDFും UDFും ഈ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടത് ആരൊക്കെയാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അവർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി നടപടി വേണം. രാത്രി വൈകി ഈ ഉന്നതികളിലടക്കം ഇത് വിതരണം ചെയ്യുന്നതിനുള്ള സാധ്യതകളുണ്ട്. അത് തടയുന്നതിനുള്ള പരിശോധന വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ആ സമയത്ത് പോലീസിന്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ പറഞ്ഞത് തങ്ങൾ ഇടപെടും, പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ അത് അമ്പയെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് കൊണ്ടാഴിയിൽ നിന്ന് വരുന്ന ഈ ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. കാരണം അവിടെ ഈ ആളൊഴിഞ്ഞ ഉന്നതികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, വലിയ ജനശ്രദ്ധ തേടാത്ത മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കിറ്റ് വിതരണം വീണ്ടും നടക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുവെന്ന LDFിന്റെയും UDFിന്റെയും ആരോപണങ്ങൾ ഒരു പരിധിവരെ ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഫ്ലൈയിങ് സ്ക്വാഡിന്റെ പരാജയം അത് തൃശ്ശൂരിൽ വീണ്ടും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ശരി, തൃശ്ശൂരിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കിറ്റ് വിവാദം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. ഫ്ലൈയിങ് സ്ക്വാഡ് പേരിന് മാത്രമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ മാത്രമല്ല, NDA ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുണ്ടാകുന്നു. അതെ, ഏതായാലും BJPയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് അത്ര എളുപ്പമാകില്ല ഇതിലേക്ക് പ്രതിരോധിക്കേണ്ടി വരുന്നത്. കാരണം ആരോപണങ്ങൾക്കപ്പുറം ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ആരോപണങ്ങൾ വരുന്നത്. പല കാലങ്ങളിൽ പല തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.